മനസ്സിൽ തൊട്ട ഒരു സിനിമയെ പറ്റി പറയാനാണ് ആഗ്രഹിക്കുന്നത്. വാഴ തമിഴ് സിനിമയാണ്. മാരി ശെൽവരാജാണ് സംവിധാനം. രണ്ട് കുട്ടികളുടെ കഥയാണ് ഇതെങ്കിലും വെറും കുട്ടിക്കഥയല്ല. ഇതിൽ കളിയുണ്ട്, ചിരിയുണ്ട്, കുട്ടികളുടെ കുസൃതിയുണ്ട്, സ്കൂളുണ്ട്, ടീച്ചറുണ്ട്, പച്ചപ്പുണ്ട്. പക്ഷേ അതിനപ്പുറം ഈ സിനിമ പറയുന്നത് വലിയ വേദനകളുടെ, കരച്ചിലിൻ്റെ, വിശപ്പിൻ്റെ, പച്ചപ്പ് പതുക്കെ ഇരുട്ടായിട്ട് മാറുന്നതിൻ്റെ ഒരു കഥയാണ്. കുട്ടികളുടെ സിനിമ പലത് കണ്ടിട്ടുണ്ട്. തമിഴിൽ തന്നെ കാക്കമൊട്ടെ, ഇറാനിയൻ ഫിലിം ചിൽഡ്രൻ ഓഫ് ഹെവൻ, ഇതൊക്കെ വളരെ ഹൃദയസ്പർശി തന്നെയാണ്. പക്ഷേ ഈ സിനിമയിൽ കുട്ടികളുടെ കുസൃതികളും സ്നേഹവും ഒക്കെ അവതരിപ്പിക്കുമ്പോഴും തമാശകൾ അവതരിപ്പിക്കുമ്പോഴും വളരെ നല്ല കോമഡി രംഗങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിനുശേഷം ഒരു ദുരന്തം വരുന്നു എന്നുള്ളതാണ്. എല്ലാ ചിരികളും പെട്ടെന്ന് മാഞ്ഞു പോകുന്ന വിധത്തിൽ വലിയൊരു കാർമേഘം എപ്പോഴും ജീവിതത്തിലേക്ക് ഒന്നൊഴിയാതെ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു തീമാണ് ഈ സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഈ കഥ ഇത്രമാത്രം പ്രസക്തമാകുന്നത് അത് സംവിധായകൻ മാരി ശെൽവരാജിൻ്റെ സ്വന്തം ജീവിതകഥ കൂടിയാകുമ്പോഴാണ്. ആ മനുഷ്യൻ തൻ്റെ ഹൃദയം പറിച്ചാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. മാരി ശെൽവരാജ് ഇതിനു മുമ്പ് ചെയ്തിരിക്കുന്ന സിനിമകൾ പെരിയോരും പെരുമാളും, കർണനും മാമന്നനുമാണ്. ഇത് 4ാമത്തെ സിനിമയാണ്. അദ്ദേഹം വന്ന വഴികളിൽ ഇങ്ങനൊരു ദുരന്ത ജീവിതം ഉണ്ടെങ്കിൽ അദ്ദേഹം ചെയ്യുന്ന സിനിമകളിലും അതൊക്കെ നിഴലിക്കും. ഒരു ബസ് സ്റ്റോപ്പിൻ്റെ പ്രശ്നമാണ് കർണനെങ്കിൽ ഇരിക്കണോ വേണ്ടയോ ഒരു കസേരയുടെ പ്രശ്നമാണ് മാമന്നിലുള്ളത്. പിന്നീട് ഈ വാഴ എന്ന് പറയുന്ന സിനിമ വരുമ്പോഴേക്കും അത് ശരിക്കും വിശപ്പിൻ്റെ രാഷ്ട്രീയമാണ് പറയുന്നത്. തേനി ഈശ്വർ ക്യാമറ ചെയ്തു മനോഹരമാക്കി. സന്തോഷ് നാരായണൻ്റെ സംഗീതം അതിമനോഹരം. അത് ഹൃദയത്തെ തൊടുകയാണ്. ഒരുപക്ഷെ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകൾ പോലും അധികമില്ലാതെ വളരെ മൈൽഡായിട്ട് തുടങ്ങുന്ന എന്നാൽ രൗദ്രഭാവങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന, ചിലപ്പോൾ ചെണ്ടയുടെ മാത്രം അകമ്പടിയുള്ള ഒരു സംഗീതമാണ് സന്തോഷ് നാരായണൻ കാഴ്ചവെക്കുന്നത്. ഉടനീളം സംഗീതാത്മകമാണ് സിനിമ. ഇന്നലെ സിനിമ കണ്ടിട്ട് ആ തിയേറ്ററിലെ അവസാനത്തെ ക്രൂ ആൻഡ് കാസ്റ്റിൻ്റെ പേര് മുഴുവൻ എഴുതി തീരുന്നത് വരെ ആരും എഴുന്നേറ്റില്ല. എല്ലാവരും അവസാനത്തെ ആളുടെ പേര് പോലും കേട്ടിട്ടാണ് എഴുന്നേൽക്കുന്നത്. അത് തന്നെയാണ് ഈ സിനിമയുടെ ആഴം. ഒരു സിനിമ കണ്ടതിന് ശേഷം ആ സിനിമയിലേക്ക് ഒരാൾ ഇറങ്ങുന്നു എന്നുള്ളതാണ് ഈ വാഴ എന്ന് പറയുന്ന സിനിമ നമുക്ക് നൽകുന്ന അനുഭവം. ശിവനന്ദൻ എന്ന ഒരു പയ്യനെ കേന്ദ്രീകരിച്ചിട്ടാണ് സിനിമ. 1998 കാലഘട്ടം. തമിഴ്നാട്ടിലെ കുഗ്രാമം. അവിടെ വാഴ കൃഷിയാണ് പ്രധാനപ്പെട്ടത്. വാഴത്തോട്ടങ്ങളാണ്. ഈ വാഴത്തോട്ടത്തിൽ കൃഷി ചെയ്യുന്ന, അതിൻ്റെ വിളവെടുക്കാനായിട്ട് ചുമടെടുക്കുന്ന ശിവനന്ദൻ്റെ അമ്മയും സഹോദരിയും. മരിച്ചുപോയ അപ്പൻ്റെ പടം ചുമരിൽ തൂങ്ങുന്നുണ്ട്. അത് ശിവനന്ദൻ എപ്പോഴും ഒരു പ്രചോദനമാണ് അപ്പൻ. പക്ഷേ ഓർമ്മകൾ മാത്രം ഉണ്ടായാൽ പോരല്ലോ, ഭക്ഷണം കഴിക്കാനായിട്ട് ഇവർ പണിയെടുക്കണം. എല്ലാ കുട്ടികളും ഉല്ലാസത്തിൻ്റെ ദിവസങ്ങളായിട്ട് അവധിക്കാലം കാണുമ്പോൾ ശിവനന്ദനും ശേഖരനും, ശിവനന്ദൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരനാണ് ശേഖർ, അവർക്ക് രണ്ടുപേർക്കും ഇത് കഠിനമായ ജോലിയുടെ പേക്കിനാവാണ്. അവരുടെ കഴുത്ത് ഒടിഞ്ഞു പോവുകയാണ്. ഭാരമെടുത്ത് കഴുത്തൊടിഞ്ഞു പോകുന്ന മനുഷ്യർ, കുഞ്ഞുമക്കൾ. ഈ സിനിമയുടെ ഒരു ഘട്ടത്തിൽ 1 രൂപ എന്ന കൂലിയിൽ നിന്ന് 2 രൂപയാക്കാനായിട്ട് സമരമെടുക്കേണ്ടി വരുന്ന, അതിനുവേണ്ടി തർക്കിക്കേണ്ടി വരുന്ന, വഴക്കിടേണ്ടി വരുന്ന ഒരു കൂട്ടം മനുഷ്യരെ നമുക്ക് കാണാൻ പറ്റും. സിനിമ നമ്മിലേക്ക് സന്നിവേശിപ്പിക്കുന്ന മറ്റൊരു ഘടകം നിർമ്മലമായ സ്നേഹത്തിൻ്റെ ചില ഘടകങ്ങളാണ്. ശിവനന്ദനും ടീച്ചറായിട്ട് വരുന്ന നിഖില വിമൽ അവതരിപ്പിക്കുന്ന പൂങ്കുടി എന്ന് പറയുന്ന കഥാപാത്രവും, ഈ ഒരു പയ്യന് ഒരു ടീച്ചറിനോട് തോന്നുന്ന അഭിനിവേശം, സ്നേഹം, അതിനെ പെട്ടെന്ന് ഒരു നിർമ്മല ഭാവത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സംവിധായകന് സാധിക്കുന്നുണ്ട്. താഴെ വീഴുന്ന ഒരു കർച്ചീഫ്, അതിൽ നിന്ന് വരുന്ന മണം നമുക്ക് പോലും ശ്വസിക്കാൻ സാധിക്കും. അത്രമാത്രം മനോഹരമായിട്ടാണ് ഈ സംവിധായകൻ സിനിമ കൊണ്ടുപോകുന്നത്. ഒരു കുഞ്ഞിൻ്റെ കാലും കീറിയ ഷർട്ടും താഴെ വീഴുന്ന പൂവും, അല്ലെങ്കിൽ അവർ കളിക്കുമ്പോൾ വരുന്ന പുഴുക്കൾ പോലും സിനിമയിലെ കഥാപാത്രങ്ങളായിട്ട് മാറുകയാണ്. വെറുമൊരു സാധാരണ പ്രണയം ആയി മാറേണ്ട കനിയും വെമ്പും തമ്മിലുള്ള, അതായത് ഈ ശിവനന്ദൻ്റെ സഹോദരിയാണ് വെമ്പ്, വേമ്പിൻ്റെ
ഒരു കാമുകനാണ് കനി. പക്ഷെ ആ പ്രണയം പോലും എന്തുമാത്രം സുന്ദരമായ ഒരു കാവ്യമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. ഒരല്പം പോലും അശ്ലീലമില്ലാതെ, എന്നാൽ അകത്തുള്ള സ്നേഹത്തെ, മരണത്തോളം എത്തുന്ന സ്നേഹത്തെ സംവിധായകൻ അവതരിപ്പിക്കുകയാണ്. ഏറ്റവും ശക്തമായിട്ട് ഈ സിനിമ പറയുന്നത് വിശപ്പിനെ പറ്റിയാണ്. മനുഷ്യൻ്റെ വിശപ്പ്, പൂ പോലിരിക്കുന്ന വെളുത്ത ചോറ്, ആ ചോറ് കിട്ടാൻ വേണ്ടി ആ വിശപ്പ് അവനെ ഏതൊക്കെ വഴികളിലൂടെയാണ് സഞ്ചരിപ്പിക്കുന്നതെന്ന്, എത്ര കഠിനമായ ജോലികളാണ് ഒരുവൻ്റെ ചുമലിലേക്ക് വന്ന് വീഴുന്നതെന്ന്, ഒരുവൻ്റെ ബാല്യത്തെ എത്രമാത്രം കശക്കി എറിയുന്നതെന്ന്, ഒരു നുള്ളു ചോറിന് വേണ്ടി, വിശപ്പിന് വേണ്ടി. അതാണ് സിനിമയുടെ രാഷ്ട്രീയം. ശിവനന്ദൻ എന്ന് പറയുന്ന ആ മകൻ, അവനൊരു പഴം, ഓർക്കണം, വാഴത്തോട്ടമാണ് മുഴുവൻ. ഈ തോട്ടത്തിൽ ജോലിക്കാരാണ് ശിവനന്ദൻ അടക്കമുള്ള കുഞ്ഞു മക്കൾ പോലും. ആ ശിവനന്ദൻ പക്ഷെ ഒരു പഴമെടുക്കുമ്പോൾ അതിന് ശിക്ഷയായിട്ട് ഒരു ദിവസം മുഴുവൻ ഒരു കായക്കൊല ചുമന്ന് നിൽക്കാനായിട്ട് അത് അവതരിപ്പിക്കുന്ന ഒരു മുതലാളിത്തത്തിൻ്റെ അന്തർധാര സിനിമ പറയുന്നുണ്ട്. കഠിനമാണത്, കഠിനമായ ജീവിത യാഥാർത്ഥ്യമാണ്. അവർ ചുമക്കുന്ന ഭാരം, അവരുടെ ജീവനെടുക്കുന്ന ഈ ഭാരം, ഈ വാഴക്കൊല, ആ വാഴക്കൊല പക്ഷേ വേറെ ഒരുപാട് ഇടങ്ങളിൽ മനുഷ്യൻ്റെ അന്നമാണ്, വിശപ്പ് മാറ്റുന്നതാണ്. പക്ഷെ വിശപ്പ് മാറ്റാനായിട്ട് പണിയെടുക്കുന്നവൻ്റെ വിശപ്പ് മാറുന്നില്ല. അവൻ വീണ്ടും വീണ്ടും ഈ ചെളിയിൽ, അവൻ്റെ ചേറ് പുരണ്ട കാലുകളിൽ അവൻ്റെ ജീവിതം താന്ന് പോവുകയാണ്. ജീവിതം തന്നെ ഇരുട്ടായിട്ട് പരിണമിക്കുകയാണ്. പച്ചപ്പാണ് കാണിക്കുന്നതെങ്കിലും ഇരുട്ടിലേക്കുള്ള സഞ്ചാരമാണ്. ഈ മാരി ശെൽവരാജ് എന്ന് പറയുന്ന സംവിധായകൻ പക്ഷികൾ പറക്കുന്നത് പോലും ആത്മാവ് പറക്കുന്നത് പോലെയാണ്. വലിയ മഹാമാരികൾ, ദുരിതങ്ങൾ ഈ മക്കളുടെ ഈ ഗ്രാമത്തിലേക്ക് വന്നു വീഴുമ്പോൾ അവർക്ക് ദൈവം പോലും നിസ്സഹായമായിട്ട് നിൽക്കുകയാണ്. കാരണം അവരുടെ ആ ഈശ്വര സങ്കല്പങ്ങളിലൊക്കെ കേൾക്കാത്ത, അവരുടെ പ്രാർത്ഥന കേൾക്കാത്ത ഈശ്വരനെയാണ് നിറയെ കാണിക്കുന്നത്. എന്നിട്ടും പ്രതീക്ഷയുടെ ചില നാളങ്ങൾ, സ്നേഹത്തിൻ്റെ മനോഹരമായ ചില കവിതകൾ ഈ സിനിമയിൽ ഉടനീളം വീഴുന്നുണ്ട്. പ്രത്യേകിച്ച് അമ്മ കഥാപാത്രം, ശിവനന്ദൻ്റെ അമ്മ സങ്കടങ്ങളുടെ ഒരു കന്യാമറിയം പോലെയാണ്. പക്ഷേ ആ അമ്മയുടെ കരച്ചിൽ, അതിൻ്റെ അന്തർധാരയായിട്ട് നിൽക്കുന്നത് മുഴുവൻ സ്നേഹമാണ്. ഈ സ്നേഹത്തെ എങ്ങനെയാണ് ഒരു കണ്ണുനീരായിട്ട് അവതരിപ്പിക്കുന്നതെന്ന് ഈ സിനിമ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. ഈ സിനിമയുടെ അവസാനം പേരെഴുതി കാണിക്കുമ്പോൾ ഉദകക്രിയ കഴിഞ്ഞ്, വലിയൊരു ദുരന്തം കഴിഞ്ഞ് ഒരു ഗ്രാമം സങ്കടത്തിലായിരിക്കുമ്പോൾ ഉദകക്രിയ കഴിഞ്ഞ് ഒലിച്ചിറങ്ങുന്ന ഈ വെള്ളത്തിലൂടെ ഒഴുകുന്ന കുറച്ച് പൂക്കളെ കാണിക്കുന്നുണ്ട്. ഈ പൂക്കൾക്ക് ഉള്ളിൽ ഒരു ചെറിയ കോലം, ഒരു ബൊമ്മക്കോലം. അത് മനുഷ്യനാണ്, ഒഴുകിക്കൊണ്ടേയിരിക്കുന്ന മനുഷ്യനാണ്, ഇനിയും ഒഴുകുന്ന മനുഷ്യനാണ്. പല വർണ്ണങ്ങൾ ചുറ്റും ഉണ്ടാകുമ്പോഴും വെള്ളത്തിലേക്ക് വീണു പോകുന്ന, താഴ്ന്നു പോകുന്ന മനുഷ്യനാണ്. ഇനിയും എവിടെയെങ്കിലുമൊക്കെ വീണ്ടും പച്ചപ്പിന് കാരണമാകുന്ന ഈ ജലത്തിലൂടെ മനുഷ്യൻ വീണ്ടും കയറി വരാതിരിക്കുകയില്ല.